ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രാക്ടീസ് നമ്മുടെ കോളേജ് വെച്ചല്ല, നമ്മുടെ കോളേജിൻ്റെ പുറകിലുള്ള കോളേജ് വെച്ചാണ്. ഇവിടെ ആണെങ്കിൽ NSSൻ്റെ ക്യാമ്പൊക്കെ നടക്കും. അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഭക്തിഗാനങ്ങളൊക്കെ കേൾക്കുന്നത്. പിന്നെ ഇയാളെ കണ്ടോ, ഭയങ്കര ക്യൂട്ടാണ്. ഞങ്ങളുടെ കൂടെ വന്ന് വർക്കൗട്ടൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. ഞാനിന്ന് തിരിച്ചു പോകാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. അങ്ങനെ വീട്ടിലൊക്കെ എത്തി. അപ്പോൾ ഇതായിരുന്നു രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കിടന്നൊന്ന് ഉറങ്ങിയായിരുന്നു. പിന്നെ 1 മണിയായപ്പോൾ ഞങ്ങളുടെ അച്ഛൻ വിളിച്ചപ്പോഴാണ് ഞാൻ എണീക്കുന്നത്. അച്ഛൻ എന്തിനാ വിളിച്ചതെന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിൽ സപ്താഹം നടക്കുക. അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ വിളിച്ചത്. ഇവിടെ ആണെങ്കിൽ പ്രഭാഷണവും അന്നദാനവും ഒക്കെ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. പക്ഷെ ഞാൻ ഇന്നാണ് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഞങ്ങൾ അന്നദാനം കഴിക്കാൻ പോയി. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് പോയത്. എന്താണെന്ന് അറിയത്തില്ല, അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഫുഡിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ എത്ര വേണമെങ്കിലും കഴിച്ചോളൂ. അങ്ങനെ പിന്നെ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങിയതാണ്ട് വീട്ടിലോട്ട് പോവുക. നേരത്തെ ഉറങ്ങി തികയാത്തതുകൊണ്ട് ഞാൻ പിന്നെയും കിടന്നുറങ്ങി. പിന്നെ വൈകിട്ട് എണീച്ച് കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് എന്നിട്ട് പോയി ഒന്ന് കുളിച്ച് കഴിഞ്ഞപ്പോൾ എന്തൊരു സുഖം. പിന്നെ എല്ലായിടത്തെയും പോലെ ക്രിസ്മസിന് കിട്ടിയതും വാങ്ങിച്ചതുമായ കുറേ കേക്ക് ബാക്കിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിരുന്ന് അതൊക്കെ കഴിച്ച് ഒരു സിനിമയൊക്കെ കണ്ട് അവിടെ ഇരുന്ന്. പിന്നെ ക്രിസ്മസിൻ്റെ ബാക്കി ബീഫ് ഉണ്ടായിരുന്നു, അതും ചൂടാക്കി ചോറ്, പയറ്, അച്ചാറ്, പിന്നെ നമ്മുടെ ക്രിസ്മസിൻ്റെ ബീഫ്. ഇവിടെ രാത്രി പിന്നെ സീരിയൽ കാണുന്ന മെയിൻ. പിന്നെ അച്ഛാണെങ്കിൽ ഞാനും കുറച്ച് കമ്പനിയൊക്കെ കൊടുത്തു. പിന്നെ ചോറിനിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി. അപ്പം അത്രേ ഉള്ളൂ, ബൈ.